ഇത്തവണ ലൈറ്റ്സ് ഒക്കെ ഈ സൈഡിലേക്ക് മാറ്റി. വേറെ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല അല്ലേ. 3A ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ റൗണ്ട് ആയിട്ടൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലൈറ്റ് ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കത് ഈ റെഡ് ലൈറ്റൊക്കെ ഇങ്ങനെ മിന്നി നിൽക്കും. മനസ്സിലായി കാണുമല്ലോ. നത്തിങ്ങിന്റെ 4A ചെറിയ മാറ്റങ്ങളോട് കൂടിയാണെന്നുണ്ടെങ്കിലും ആ ട്രാൻസ്പെറന്റ് ഡിസൈൻ ഇപ്രാവശ്യം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഒരു വെറൈറ്റി കളർ പോലെ ഒരു പിങ്ക് കളറോടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിങ്കും ഉണ്ട്. ഇനി നേരെ കാര്യത്തിലേക്ക് കടന്നാൽ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവാം. ഇതിൽ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയണമെന്ന് തോന്നുന്ന കാര്യം ക്യാമറയുടെ തന്നെയാണ്. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ ക്യാമറയുണ്ട്, ടെലിഫോട്ടോ ക്യാമറയുണ്ട്. അതിൽ ടെലിഫോട്ടോ 3.5x ഒപ്റ്റിക്കൽ സൂം ഉണ്ട്. പിന്നെ പേരിന് ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമ്മളൊരു 3.5xലും 7xലും ഒക്കെ സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കുമ്പോൾ എടുത്തു കഴിയുമ്പോൾ പ്രോസസിങ്ങിന് വേണ്ടിയിട്ട് ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രോസസിങ് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോസ് ശരിക്കും നല്ല രസമുള്ള ഫോട്ടോസാണ്. നല്ല ഭംഗിയാണ്, നല്ല ടോണ്, നല്ല ഡെപ്ത് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഫോട്ടോസൊക്കെ ഞാൻ ചുമ്മാ ഇൻഡോറിൽ എടുത്ത് നോക്കിയ ഫോട്ടോസാണ്. നല്ല ഫോട്ടോസാണ് കിട്ടുന്നത്. നിങ്ങളോട് നോക്കിയിട്ട് എന്താണ് അഭിപ്രായം എന്നുള്ളത് പറയാം. പിന്നെ ബാക്കി കാര്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. റെയർ ക്യാമറയിൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫിയിൽ ഫുൾ HD മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വേറെ പുതിയ കാര്യം എന്താണെന്ന് നോക്കിയാൽ ഡിസ്പ്ലേക്കകത്ത് ഗൊറില്ല 7i പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. 30 to 120 ഹെർട്സിന്റെ ഡൈനാമിക് റിഫ്രഷ് റേറ്റ്. ഔട്ട്ഡോറിൽ 1600 നിറ്റ്സ്, പീക്ക് ബ്രൈറ്റ്നസ് 4500 ആണ്. പക്ഷേ ബെസൽസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പോഴും അത്യാവശ്യം കനമുള്ള ബെസൽസ് ആണ് വരുന്നത്. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്നാപ്ഡ്രാഗന്റെ 7s Gen 4 ചിപ്സെറ്റ് ആണ് വരുന്നത്. LPDDR4X റാം, UFS 3.1. ഈ ഒരു ഡിസ്പ്ലേയും ചിപ്സെറ്റും ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം സിനിമ, വീഡിയോ, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഈസി ആയിട്ട് നടക്കും. പക്ഷേ ഗെയിമിങ്ങിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രോസസിംഗ് ഉള്ള സംഭവങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു തിരി പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിനെല്ലാം പവർ ചെയ്യാൻ വേണ്ടിയിട്ട് 5400 mAh ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയിലേക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. പുറത്തെല്ലാം പോകുമ്പോഴത്തേക്ക് 5080 mAh മാത്രമേ ഉള്ളൂ. എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. പിന്നെ 50 വാട്ട്സിന്റെ ഒരു വയർഡ് ചാർജിംഗ് വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് പോലുള്ള പരിപാടികളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ പറയാനുള്ളത് ആസ് ഓൾവേസ് നത്തിങ് OS. ആൻഡ്രോയിഡ് 16 ബേസ്ഡ് നത്തിങ് OS 4.1 ആണ് വരുന്നത്. നല്ല ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള OS ആണ് നത്തിങ് OS. എനിക്ക് OSകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട OSൽ ഒന്നാണ് നത്തിങ് OS. ശരിക്കും നമുക്കൊരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീലാണ് നത്തിങ് OS യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കാരണം ഈ ഒരു കോൺഫിഗറേഷൻ, ഈ ഒരു സ്പെക്കിലൊക്കെ ആണെന്നുണ്ടെങ്കിലും OS യൂസ് ചെയ്യുക, അതായത് ഫോണിന്റെ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്യാറില്ല നത്തിങ്ങിൽ. സോ നമ്മൾ 3A ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത് ഭീകരമായിട്ടുള്ള ഒരു അപ്ഗ്രേഡഡ് ഫോൺ എന്നൊന്നും പറയാൻ പറ്റില്ല. ചിപ്സെറ്റിനകത്തുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. ഡിസ്പ്ലേക്കകത്ത് ഗൊറില്ല 7i പ്രൊട്ടക്ഷൻ വന്നിട്ടുണ്ട്. ബാറ്ററിക്കകത്ത് ചെറിയൊരു ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നത്തിങ് ഫാൻസിനൊക്കെ അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്യാവശ്യം മോഡിഫിക്കേഷൻ അപ്ഗ്രേഡ്സ് ഒക്കെയാണ് ഈ ഫോണിൽ വന്നിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ഫോൺ വരുന്നുണ്ട്, ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്, സിം ചെക്കിംഗ് ടൂൾ വരുന്നുണ്ട്, ഒരു ട്രാൻസ്പെറന്റ് കേസും വരുന്നുണ്ട്. 30,000 റേഞ്ചിലാണ് പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രീ ബുക്കിംഗ് ഒക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്താണ് നത്തിങ് 4A പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം. ആരൊക്കെ മേടിക്കാൻ പോകുന്നുള്ളത് പറയാം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ DM ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ നത്തിങ് 4A പറ്റി പറയാൻ. ദാറ്റ്സ് ഇറ്റ്. ബൈ.